മേയറുമായുള്ള തർക്കത്തിൽ ഡ്രൈവർ യദുവിന് വീഴ്ചയില്ലെന്നാണ് പ്രാഥമികാന്വേഷണത്തിൽ KSRTC കണ്ടെത്തിയത്. മേയറുടെ പരാതിയിൽ യദുവിനെതിരെ പോലീസ് കേസെടുക്കുകയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ജോലി വിലക്കിയിട്ടില്ലെന്നും താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്നുമാണ് KSRTCയുടെ വിശദീകരണം. KSRTC എംപാനൽ ഡ്രൈവറാണ് യദു. ദിവസം 715 രൂപ വേതനം. മേയറുമായുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഇന്ന് ജോലിക്ക് പുറത്താണ്. ശനിയാഴ്ച പുലർച്ചെ 2:30-ക്കാണ് ഡ്രൈവർ യദു തമ്പാനൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള KSRTC സൂപ്പർഫാസ്റ്റ് ബസിന്റെ സീറ്റിലെത്തിയത്. രാവിലെ 9:30-യോടെ തൃശൂരിലെത്തി. അവിടെ വിശ്രമം ഏകദേശം 3 മണിക്കൂർ മാത്രം. 12:30-യോടെ ഭക്ഷണം കഴിച്ച് വീണ്ടും ബസ്സിൽ. 1 മണിക്ക് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ് തിരികെ വരും വഴി മേയറും MLAയും സംഘവും ചേർന്ന് തടഞ്ഞിട്ടത്. രാത്രി 9:30-യോടെ തമ്പാനൂരിലെത്തേണ്ട വണ്ടി തിരക്കു കാരണം വൈകിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. പോലീസ് സംഭവസ്ഥലത്തെത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. സംസ്കൃത കോളേജിൽ നിന്ന് തിരിയുന്ന സ്ഥലത്ത് റോഡ് മറച്ചാണ് വണ്ടി കിടന്നിരുന്നത്. വണ്ടി ഒതുക്കിയിട്ട് വരാമെന്ന് പോലീസുകാരോട് പറഞ്ഞെങ്കിലും കൂട്ടാക്കിയില്ലെന്നാണ് യദു പറയുന്നത്. യദുവിനെ പിടിച്ചുകൊണ്ടുപോകാനാണ് പോലീസ് ധൃതി കാണിച്ചത്. പരാതി ആദ്യം നൽകുന്നതും പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ തെളിവെന്നും യദു കൂട്ടിച്ചേർക്കുന്നു. രാത്രി 12:15-നും പിറ്റേന്ന് രാവിലെ 7:18-നും ഒരു പരാതി കൂടി പിൻ ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ മേയറാണ് ആദ്യം പരാതി നൽകിയതെന്നാണ് പോലീസ് വാദം. സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തതിനാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസ് പറയുന്നത്. മുന്നോട്ട് പോവുക തന്നെ. എന്നെ എത്രയും നാണം കെടുത്ത സ്ഥിതിക്ക് ഞാൻ മുന്നോട്ടില്ല, മുന്നോട്ട് തന്നെ കേസിൻ്റെ രീതിക്ക് തന്നെ പോകുള്ളൂ. അവർക്ക് മാത്രമല്ലല്ലോ സ്ത്രീത്വം എന്ന് പറയുന്ന കാര്യം അവർക്കുണ്ടാവും. അവരെ മോശമായിട്ട് പറഞ്ഞെന്നല്ലേ ലൈംഗിക അതിക്രമം കാണിച്ചത്. എന്നെ പീഡിപ്പിച്ചു എന്ന് എന്നെ മോശമായിട്ട് പറഞ്ഞ് എന്നെ കേസെടുക്കും ആരെങ്കിലും. രാത്രി 10:30-ക്കാണ് യദുവിനെ പോലീസ് വിളിച്ചുകൊണ്ടുപോകുന്നത്. 8-10 മണിക്കൂർ ബസ് ഓടിച്ച് തളർന്ന് തിരുവനന്തപുരത്തെത്തിയ യദുവിന് ഒരു മാനുഷിക പരിഗണന പോലും നൽകിയില്ല. നടു റോഡിൽ കിടന്ന വണ്ടി ഒതുക്കിയിടാൻ പോലും സമ്മതിക്കാതെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരിടത്തിരുത്തി. കൊതുകുകടിയും കൊണ്ട് രാവിലെ വരെ അവിടെയിരുന്നു, ഉറങ്ങാൻ പോലും കഴിയാതെ. ആ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ കൂടിയാണ് യദുവിന്റെ പോരാട്ടം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.